ഹായ് ഹലോ വെൽക്കം ടു സിനിമാ പ്രാന്തൻ. ഇന്ന് കപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി കൂടെ ഉള്ളത് സംവിധായകൻ സഞ്ജു വി സാമുവൽ ആൻഡ് സിനിമാറ്റോഗ്രാഫർ നിഖിലസ് പ്രവീൺ. നമസ്കാരം, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. മനസ്സിൽ കോറിയിടുക എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഭാവിയിൽ ഒരു സിനിമ ഉണ്ടെങ്കിൽ അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ നിഖിലായിരിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങ് മനസ്സിലേക്ക് അത് കാണുക. പിന്നീട് അത് അറിഞ്ഞു തന്നെ കാണുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ സിനിമ ചെയ്യുമെന്ന് പോലും എനിക്ക് ഒരു നിശ്ചയം ഇല്ലല്ലോ. ഞാൻ കൂടുതലും ലൊക്കേഷൻ യൂസ് ചെയ്യുന്നൊരു സിനിമാറ്റോഗ്രാഫർ. നമുക്ക് കഥയോടൊപ്പം തന്നെ വിഷ്വലി നമുക്കതെങ്ങനെ ബ്ലെൻഡ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ആ ലൊക്കേഷനിൽ നിഖിലായാലും ബാക്കിയുള്ള ക്രൂ ആയാലും എനിക്കൊരു 8 വർഷത്തൊക്കെ പരിചയമുണ്ട് എല്ലാവരുമായിട്ടും. അപ്പം ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചാൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും, അവർ കൈകൊണ്ട് തിരിച്ച് കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായിരുന്നു. അതിനകത്ത് അന്നയുടെ ഫേസ് കാണിക്കുന്ന ഷോട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അതിന്റെ ഷാഡോ ശരിക്കും പറഞ്ഞാൽ ചെസ്റ്റിലാണ്. ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈ ഓണക്കാലം ആണല്ലോ, ഒരു സമ്മാനമായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഒരു പ്രൗഡ് തോന്നുന്ന തരത്തിലുള്ള സിനിമയാണ്. കപ്പ് ഇപ്പൊ റിലീസായി, എങ്ങനെ പോകുന്നു? റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? സിനിമ സെപ്റ്റംബർ 27 റിലീസായി. ഒരു ഫാമിലി ഡ്രാമയാണ് സിനിമ. ഒരു സ്പോർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്, ബാഡ്മിൻ്റൺ. അത് എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കണം എന്ന് വിചാരിച്ചോ ആ ഒരു ലെവലിൽ ഫാമിലി പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. എങ്ങനെയായിരുന്നു ഈ കഥയിലോട്ട്? സ്പോർട്സ് ഡ്രാമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ബാഡ്മിൻ്റൺ ബേസ് ചെയ്തിട്ടുള്ളൊരു മലയാള സിനിമ അത് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു കഥയിലോട്ടും ബാഡ്മിൻ്റൺ തന്നെ ചൂസ് ചെയ്യാം എന്ന തീരുമാനത്തിലോട്ടൊക്കെ എത്തിയത് എങ്ങനെയായിരുന്നു? ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അത് ആ ഒരു കഥ പറയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം ഇതിന് തൊട്ട് മുമ്പ് ഞാൻ വേറൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു, ഒരു റോം കോം പരിപാടി. അപ്പോൾ അത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമല്ലോ. ആ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനത്തിലോട്ട് പോകാം എന്നുള്ളൊരു പ്ലാൻ വന്നു. അതേപോലെ എനിക്ക് ഈ കാക്കമുട്ടായി, ഗോലി സോഡ പോലുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കുറച്ച് യങ് ആയിട്ടുള്ള ആളുകളെയൊക്കെ വെച്ച് ചെയ്യുന്ന സിനിമകൾ. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളൊരു കാര്യം ചിന്തിച്ചപ്പോഴാണ് ഈ ബാഡ്മിൻ്റൺ എന്നുള്ളൊരു സംഭവം മനസ്സിലേക്ക് വന്നത്. ഞങ്ങൾ ചുമ്മാ നാട്ടിൻപുറത്തെ കളികൾ കളിക്കാറുണ്ട് ബാഡ്മിൻ്റൺ. അങ്ങനെയാണ് ആ ഒരു ബാഡ്മിൻ്റൺ എന്നുള്ളൊരു സ്പോർട്സ് ഐറ്റത്തിലോട്ട് പോയത്. ഇതിൽ നിഖിലേട്ടൻ എങ്ങനെയാണ് സഞ്ജുവേട്ടനായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാനും സഞ്ജു തമ്മിൽ ഏകദേശം 2011 തൊട്ടുള്ളൊരു റിലേഷൻ. എനിക്ക് തോന്നുന്നത് ഞാൻ കൊച്ചിൻ മീഡിയ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സഞ്ജു സെയിം ഇയറിൽ നിയോയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തമ്മിൽ നേരത്തെ മുൻപരിചയങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ഷോർട്ട് ഫിലിം മുഖാന്തരമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ടേ ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, ഒരടുപ്പം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു, ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തു. അപ്പോൾ അന്ന് തന്നെ സഞ്ജു പറഞ്ഞു നമുക്കൊരു ഒന്നിച്ചൊരു സിനിമ ചെയ്യണം എന്ന് 2011 പറഞ്ഞാണ്. പിന്നീട് അത് യാഥാർത്ഥ്യമായി. പിന്നീട് എപ്പോഴോ ഒന്നിക്കേണ്ടവരാണെന്നുള്ളത് അന്ന് ഫീൽ. അതിനുശേഷം നാഷണൽ അവാർഡ് കിട്ടിയതും ഒക്കെ. അപ്പം അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടപ്പോൾ? അല്ല, അതൊക്കെ ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തേത് കിട്ടുമ്പോൾ ഏറ്റവും ഫസ്റ്റ് എപ്പോഴും ഭയങ്കര ഫീലാണല്ലോ. അപ്പം ആ ഒരു ഫീല് ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ച ആളാണ് ഞാൻ. അതേപോലെ ഞാൻ ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടി നമ്മൾ കായംകുളത്താണ് ഒന്നിച്ചിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഈ ഷൂട്ടിനപ്പുറത്ത് നൈറ്റിലെ ഞങ്ങളുടെ സൗഹൃദവും കാര്യങ്ങളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് അവിടെ പോയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിൽ കോറിയിടുക എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഭാവിയിൽ ഒരു സിനിമ ഉണ്ടെങ്കിൽ അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ നിഖിലായിരിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങ് മനസ്സിലേക്ക് അത് കാണുക. പിന്നീട് അത് അറിഞ്ഞു തന്നെ കാണുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ സിനിമ ചെയ്യുമെന്ന് പോലും എനിക്ക് ഒരു നിശ്ചയം ഇല്ലല്ലോ ആ സമയത്ത്. പക്ഷെ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞല്ലോ, പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴും നിഖിലിനെ തന്നെ മനസ്സിൽ കണ്ടിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഒരു മറ്റൊരു ലാംഗ്വേജിലെ പടം മാത്രമാണ് ആ സമയത്ത് ഒരു കന്നഡ. അപ്പം എൻ്റെ ഉള്ളിൽ എങ്ങനെ ഇത് ഞാൻ
ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ വരുമ്പോൾ ആളുടെ അടുത്ത് ഞാൻ അതെങ്ങനെ കൺവിൻസ് ചെയ്യും, അതായത് മലയാളത്തിൽ ഒരു മൂവി ചെയ്തിട്ടില്ലല്ലോ, അപ്പം സ്വാഭാവികമായിട്ടും ഒരു മലയാളത്തിലേക്ക് ഒരു ന്യൂക്കമർ എന്നുള്ള രീതിയിൽ ഒരു സിനിമാറ്റോഗ്രാഫറെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ കൺവിൻസിങ് കുറെ കൂടെ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചത്, കാരണം എനിക്ക് നിഖിൽ വേണം എന്നുള്ളത് അത്രയും നീഡായിരുന്നു. അത് ഞങ്ങളുടെ സൗഹൃദമുണ്ട്, കുറേ സൗഹൃദമൊക്കെ നമ്മുടെ ഈ മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അതിലേക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പം അതെനിക്ക് ഏറ്റവും കംഫർട്ടായ ഇടം എന്നുള്ള രീതിയിൽ നിഖിൽ വേണം എന്നുള്ളത് കൊണ്ട് ഈ സിനിമ മലയാളത്തിൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആ സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് സിനിമ ചെയ്തു, അതിന് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. ഇനി എനിക്ക് ഒരാളെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിഖിലല്ലേ ഓക്കെ, അങ്ങനെ തന്നെ ആയിരുന്നു പിന്നീട് സംഭവിച്ചത്. നിഖിലേട്ടന്റെ ഫ്രെയിമുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബ്യൂട്ടി ഓഫ് വൈഡ് ഫ്രെയിംസ് ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ഈ കപ്പിന്റെ കഥ കേട്ട സമയത്താണെങ്കിലും ഇതിലെയും ഫ്രെയിമുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം എല്ലാ ടൈപ്പിലുള്ള ഇവൻ ക്ലോസ് ആയാലും വൈഡ് ആയാലും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ വൈഡ് ഫ്രെയിംസിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. എങ്ങനെയാണ് അതെല്ലാം ഈ ഒരു കഥ കേട്ട് കഴിയുമ്പോൾ അതിന്റെ കാൽക്കുലേഷനും ആൻഡ് ലൊക്കേഷൻ ഒക്കെ തീരുമാനിക്കുന്നതും ആ ഫ്രെയിമിലോട്ടൊക്കെ എത്തുന്നതും ഒക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ കപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഇടുക്കി വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു ഇടുക്കി ഏരിയ. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഒരു പുതിയ അനുഭവമായിരിക്കും ഒരു ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. ഞാൻ കൂടുതലും ലൊക്കേഷൻ യൂസ് ചെയ്യുന്നൊരു സിനിമോഗ്രാഫറാണ്. നമുക്ക് കഥയോടൊപ്പം തന്നെ വിഷ്വലി നമുക്കതെങ്ങനെ ബ്ലെൻഡ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടുതലും ഫ്രെയിമിങ്ങിലേക്ക് വരുന്നത്. ഒരു പക്ഷേ ചെറുപ്പം തൊട്ടേ ഒരു ചിത്രരചന എൻ്റെ ഒരു ഹോബിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഫ്രെയിം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ നമുക്കതെങ്ങനെ നമുക്ക് മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കതെങ്ങനെ നമ്മുടെ കഥയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇതൊരു സ്പോർട്സ് മൂവി ആകുമ്പോഴത്തേനും അതിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ നാട്ടിൻപുറത്തെ എങ്ങനെ ആ സ്പോർട്സ് മൂവിയായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം ലൊക്കേഷൻ കാണുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം എന്താ പറയുക വിഷ്വലി കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന ലൊക്കേഷൻസാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഈ നാഗേന്ദ്രൻ ചണിമോന്റെ ആ ടൈമിൽ ഞാൻ നിഖിലേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു അത് വെബ് സീരീസ് ആണ്, അപ്പം നമ്മൾ ഫോണിൽ കാണുമ്പം അതിനനുസരിച്ചുള്ള ഫ്രെയിമാണ് ചൂസ് ചെയ്യുന്നത്, കൂടുതലും അതിൽ ക്ലോസപ്പ് ഷോട്ടുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ സിനിമയും ഓരോ ജോണറും അനുസരിച്ചാണ് ഈ ഫ്രെയിമുകൾ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. നാഗേന്ദ്രൻസിന്റെ എന്താണെന്ന് വെച്ചാൽ അതൊരു പീരീഡ് സംസാരിക്കുന്ന സിനിമ. അപ്പം അതിൽ നമുക്ക് കുറച്ചധികം ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എനിക്കൊന്ന് 1970s കാണിക്കുമ്പോഴത്തേനും നമുക്ക് എത്രമാത്രം ആ പീരീഡ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്, കൂടുതലും വൈഡ് ഫ്രെയിംസിലേക്ക് പോയാൽ ഒരു പക്ഷേ കുറേ അധികം പരിമിതികളുണ്ടാകും. പക്ഷേ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ക്ലോസ് ഫ്രെയിംസുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഒക്കെയാണ് നമ്മൾ ഫ്രെയിമിങ് ചൂസ് ചെയ്യുന്നത്. എനിക്കിത് ഇതിൽ ഓരോ സമയം ഈ കപ്പിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഇലയിലുള്ള ആർട്ട് വർക്ക് കണ്ടിട്ട് അത് നോക്കുന്നുണ്ടല്ലോ, അത് ആ ഇന്ന ഒരു ടൈമിൽ തന്നെ എടുക്കണം അങ്ങനെയൊക്കെ. അത് ഞങ്ങൾ കുറെ നിർബന്ധം പിടിച്ചിരുന്നു. കാരണം അത്തരം ഷോട്ടുകൾ ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ ലീഫ് ആർട്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ വരുന്നത്. അപ്പോൾ അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം കൂടുതലും എനിക്ക് തോന്നുന്നത് സൺസെറ്റ് ടൈമിൽ നമ്മൾ അത്തരം ഷോട്ടുകളാണ് കൂടുതലും എടുക്കുന്നത്. മോർണിംഗിൽ അത് പ്ലാൻ ചെയ്തു. ലീഫ് ആർട്ട് ആരുടെ ഐഡിയ ആയിരുന്നു? സഞ്ജോൺ തന്നെ ഐഡിയ ആയിരുന്നു? സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആ സമയങ്ങളിൽ കുറച്ചുകൂടെ ആളുകൾ ഈ ലീഫ് ആർട്ട് കൂടുതൽ ചെയ്തു വരുന്നൊരു സമയമായിരുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്ത് കാണുന്നൊരു സമയമായിരുന്നു. അപ്പം അങ്ങനെ കണ്ട് പരിചയമുള്ള ഒരു ബ്രദറുണ്ട്, മനു എന്നാണ് പേര്. അപ്പം അവൻ ഇതുപോലെ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെയൊക്കെ സെലിബ്രിറ്റികളുടെയൊക്കെ ചെയ്ത് കണ്ട ഭയങ്കര ഫിനിഷിംഗ് ആണ് ആ വർക്കുകളെല്ലാം. അപ്പം ഈ എഴുത്തിൽ ചിലപ്പോൾ അവൻ്റെ ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും എഴുതുന്ന സമയത്ത്. അപ്പം ഈ ക്യാരക്ടർ നിതിൻ എന്ന് പറയുന്ന മാത്യു ചെയ്ത ക്യാരക്ടറിലേക്ക് ഈ ഒരു എനിക്ക് തോന്നുന്നു ആ ലീഫ് ആർട്ടിലൂടെയൊക്കെ നമുക്ക് ആ പ്രണയം പറയാനൊക്കെ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സൗഹൃദം പറയാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി അങ്ങനെ യൂസ് ചെയ്തു. അതിനകത്ത് അന്നയുടെ ഫേസ് കാണിക്കുന്ന ഷോട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അതിന്റെ ഷാഡോ ശരിക്കും പറഞ്ഞാൽ ചെസ്റ്റിലാണ്.
ഓക്കെ. പിന്നെ ഇതിന്റെ കാസ്റ്റ്, ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ ഉള്ള കാസ്റ്റുകളിലെ മെയിൻ ആയിട്ടുള്ള മാത്യു, ബേസിലേട്ടൻ, ഗുരു സോമസുന്ദരം, അതുപോലെ നമിത പ്രമോദ്, ഇങ്ങനെയുള്ള ഫസ്റ്റ് മൂവിൽ തന്നെ ഇത്രയും നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളെ കിട്ടി. അപ്പം ഈ ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? മാത്യുവിലേക്കാണ് ഏറ്റവും ആദ്യം പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരു 17 വയസ്സുകാരൻ്റെ ഒരു ഏജ് ഉള്ള ആക്ടറിലേക്ക് പോകണമായിരുന്നു. അപ്പം മാത്യു എന്നുള്ളത് ചൂസ് ചെയ്ത സമയത്ത് നമ്മൾ കഥ പറയുന്നു, ആൾ ഇമ്മീഡിയറ്റ്ലി ഓക്കെ പറയുന്നു. അപ്പം നമുക്ക് ഏറ്റവും ഒരു ലീഡ് ചെയ്യുന്ന ആളിലേക്ക് എത്താൻ പറ്റി ആ സമയത്ത് തന്നെ. പിന്നീടുള്ളതെല്ലാം നമ്മൾ ഓരോ ക്യാരക്ടറിനും ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന ആളുകൾ ചെയ്താൽ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവിടെ മിന്നൽ മുരളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പം ഗുരു സോമസുന്ദരം എന്ന് പറയുന്ന ആള് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയാൽ കുറെ കൂടെ നമ്മൾ മലയാളത്തിൽ അച്ഛൻ ക്യാരക്ടർ ചെയ്തു വരുന്ന ആളുകൾ ഇതിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു ഡിഫറൻസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. എങ്കിൽ പോലും വരുന്നതേ ഡിഫറൻസോടുകൂടെ ആൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ മലയാളത്തിൽ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ആണ് ഗുരു സാറിലേക്ക് പോണത്. സഭമായിട്ടും ഓപ്പോസിറ്റ് ഒരു അമ്മ ക്യാരക്ടർ ചെയ്യുന്ന ആളും അതേപോലെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റണം. അപ്പം തുഷാര പിള്ളൈ നമ്മുടെ ഹൃദയത്തിൽ കല്യാണിയുടെ അമ്മയായിട്ട് ചെയ്തു. ഞാൻ ആദ്യം ആ സമയത്ത് അറിയുന്നത് അങ്ങനെ. അപ്പോൾ തുഷാര ചേച്ചിയിലോട്ട് പോകുമ്പോഴും ഇവർ തമ്മിലുള്ള ഈക്വൽ ഒരു ബാലൻസിങ് വേണമല്ലോ. അപ്പം അത് ഞങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വന്നു. ഞാൻ മിക്സിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ തുഷാര ചേച്ചിനെ കുറിച്ച് അവിടുത്തെ മിക്സിങ് എഞ്ചിനീയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില സംഭവങ്ങൾ ഇമോഷൻസ് ഒക്കെ ഇട്ട് പോകുന്ന അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞു പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ആ ആർട്ടിസ്റ്റ് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ക്യാരക്ടറിനെ ഫിക്സ് ചെയ്തിട്ട് അത് പെർഫോം ചെയ്തും കഴിഞ്ഞ് നമ്മളൊരു മിക്സിങ് സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ മറ്റൊരാൾ കണ്ടിട്ട് അത് ചെയ്ത് നന്നായിട്ടുണ്ട്, ആ കാസ്റ്റിംഗ് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത പണി അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത ആ ഒരു ജോലി കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന രീതിയിലാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമിത എന്ന് പറയുന്നത് ആൽവിൻ അനീസ് സാറിൻ്റെ ഇതിൻ്റെ പ്രൊഡ്യൂസറുടെ ഫാമിലി സൗഹൃദങ്ങളിലുള്ളതാണ്. അപ്പം ഞാൻ മുമ്പ് അമർ അക്ബർ അന്തോണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമിതയുടെ കൂടെ. അപ്പം പെട്ടെന്ന് നമ്മുടെ ഒരു കോച്ചായിട്ടാണ്, ബാഡ്മിൻ്റൺ കോച്ചായിട്ടാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. സോ ഒരു ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറി ഒക്കെ അത്തരത്തിലാകേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കോച്ചിൻ്റെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ അതങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വരും എന്നുണ്ടായിരുന്നു. പക്ഷെ ആക്റ്റും അതേപോലെ ഡയലോഗ് ഡെലിവറിയും ഒക്കെ ആണ് നമുക്ക് കുറച്ചുകൂടെ നോക്കാനുണ്ടായിരുന്നത്. അത് നമ്മളൊരു ടെസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഓക്കെ ആയിരുന്നു. അത് സിനിമയിൽ വർക്കായി എന്നുള്ളത് അറിയുമ്പോൾ സന്തോഷം. ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെയാണ്. ഒരു എനിക്കൊന്നും നമ്മൾ അധിക സിനിമകൾ ഒന്നിച്ച് കണ്ടിട്ടില്ലാത്തവരാണെന്ന് തോന്നുന്നു കൂടുതലുള്ളത്. അത് സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്നുള്ളത്. നമ്മൾ ബേസിലേട്ടൻ ഒരു സിനിമയിൽ വരുമ്പം ബേസിലേട്ടൻ്റെ കോമഡി ആയിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത്. പക്ഷെ ഇതിലൊരു ഇമോഷണൽ ട്രാക്കാണ് പിടിച്ചേക്കുന്നത്. അതിന് പകരം കാർത്തിക്കാണ് ഇതിൽ കോമഡി സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പം കാർത്തിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ തന്നെ കാർത്തിക്കിന്റെ ഷോട്ട് എടുക്കുമ്പോൾ ബേസിലേട്ടൻ ഓപ്പോസിറ്റ് ഒന്ന് ചിരിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഓൺ സ്ക്രീനിൽ ഇമോഷണലും പക്ഷെ ഓഫ് സ്ക്രീനിൽ നമുക്കറിയുന്ന ബേസിലേട്ടൻ പോലെ തന്നെ ആയിരുന്നു. അപ്പം ഈ ഒരു ഇമോഷണൽ റോളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാക്കിൽ ബേസിലേട്ടനെ പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഒരു ചേഞ്ച് എന്നുള്ള തരത്തിൽ തന്നെയാണ് അതിട്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബേസിലേട്ടൻ കൂടുതലും ചെയ്യുന്ന സിനിമകൾ ഹ്യൂമറായിരുന്നു. അപ്പം ആളുകൾ ഒന്ന് ഓപ്പോസിറ്റ് കാണുമ്പോൾ അത്തരത്തിലും കൂടെ ആളെ സ്വീകരിക്കുക എന്നുള്ളതുണ്ടല്ലോ. ആളത് അത്തരത്തിൽ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ ഈ സിനിമയിലോട്ട് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമായിരുന്നു. അപ്പം ആ ക്യാരക്ടർ എന്ന് പറയുന്നത് സിനിമയിൽ ഉടനീളം ഉണ്ടെങ്കിലും സ്പേസ് മാത്യുയുടെ പോലെ, മാത്യു ഇല്ലാത്ത ഒരു സീൻ മാത്രമേ ഉള്ളൂ സിനിമയിൽ ശരിക്കും. കാർത്തിക് വിഷ്ണുവും അതുപോലെ തന്നെ. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൃത്യമായി പോകുന്ന ഒരു ക്യാരക്ടറാണ് ബേസിൽ ജോസഫ്. അപ്പം അത് അത്രയും ഈ ഒരു സമയം ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് മുന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു കരിയറിലെ ആ ഒരു വളർച്ച നമുക്ക് കുറേ ഗുണം ചെയ്തു. ഈ ഒരു തല സിനിമയുടെ പോസ്റ്ററുകളിൽ കാണുമ്പോൾ ആളുകൾക്ക് അത് കുറച്ചുകൂടെ റിലീസ് ടൈമിൽ തന്നെ പോയി കാണണം എന്നുള്ളൊരു ഇമ്പാക്റ്റ് അതിനുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഒരു സിനിമയിലേക്ക് വരുമ്പം ഫ്രണ്ട്ഷിപ്പിനേക്കാളും കൂടുതൽ ഒരു സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും തമ്മിലുള്ള സിങ്ക് അത്യാവശ്യമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഒരു സിങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കഥ പറഞ്ഞു, എനിക്ക് ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു തരാമല്ലോ ഇങ്ങനെ ഒരു ഷോട്ടാണ്, ഇങ്ങനെ ഒരു ഫ്രെയിമാണ്. അപ്പം അവിടെ സിനിമാറ്റോഗ്രാഫർ നമ്മുടെ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഏരിയയിൽ നിങ്ങൾ തമ്മിലുള്ള സിങ്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു സഞ്ജുവിൻ്റെ
മേക്കിംഗ് പാറ്റേൺ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ എന്താ പറയുക പ്രീ പ്രൊഡക്ഷനിൽ ഞങ്ങൾക്ക് അധികം സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഷോർട്സ് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവേണ്ട ഒരു ഡിസ്കഷൻ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. കൂടുതലും ഞങ്ങൾ ലൊക്കേഷൻസിലൊക്കെ ചെല്ലുമ്പോഴത്തേനാണ് നമുക്ക് അങ്ങനെ ഒരു ഷോട്ട് പ്ലാൻ ചെയ്യാം. അങ്ങനെ ഷോട്ടുകളുടെ ഒരു പ്ലാനിങ് ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങളുടെ യാത്രകളിലാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. ലൊക്കേഷൻസിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ലൊക്കേഷൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടേക്കിങ്ങിനുള്ളൊരു ടൈം മാത്രം നമ്മൾ എടുക്കാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പ്രീ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ കൂടി തന്നെ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് സഞ്ജുവിൻ്റെ ഉള്ള ഒരു സിനിമ അത്തരത്തിൽ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് സഞ്ജുവിൻ്റെ തീർച്ചയായിട്ടും ഈ പ്രീ പ്രൊഡക്ഷന് സാധാരണ ഒരു ഡെബ്യൂട്ട് മൂവി ചെയ്യുന്ന ഡയറക്ടർക്കൊക്കെ ഒരു 3 മാസമൊക്കെ കിട്ടാറുണ്ട്. നമുക്ക് എന്തുകൊണ്ടോ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഒക്കെ പെട്ടെന്ന് വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷൂട്ടിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു 10-17 ദിവസം കണ്ട് നമുക്ക് ശരിക്കും അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയ സമയം അത്രയും നമ്മൾ വേറെ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറയാനും അങ്ങനെയൊക്കെ പോയി സമയം. ഞങ്ങൾ തമ്മിൽ ആകെ ഈ കാറിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം അങ്ങനെയൊക്കെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തത്. നമ്മൾ റൂമിലിരുന്നിട്ടുള്ളൊരു ചർച്ച ഭീകരമായി നടന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തിരിച്ചു അത് ഞങ്ങൾക്ക് ലൊക്കേഷനിൽ എനിക്കൊന്ന് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ പറയും, നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതായത് ഞാനെപ്പോഴും ഒരു ഭയങ്കര സന്തോഷത്തോടെ പറയുന്ന കാര്യം, ആ ലൊക്കേഷനിൽ നിഖിലായാലും ബാക്കിയുള്ള ക്രൂ ആയാലും എനിക്കൊരു 8 വർഷത്തൊക്കെ പരിചയമുണ്ട് എല്ലാവരുമായിട്ടും. അപ്പം ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചാൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും, അവർ കൈകൊണ്ട് തിരിച്ച് കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം അത് എസ്പെഷ്യലി നിഖിലുമായിട്ട് അതുണ്ട്. ഞങ്ങളൊരു ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്തത് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അത് അവിടെ കൺവിൻസ് ആണ്. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ ലൊക്കേഷൻസ് തന്നെ 10-40 ലൊക്കേഷൻസ് ഉണ്ട്. ഒരു ദിവസം ഷൂട്ട് ചെയ്യാവുന്ന അതിനപ്പുറത്തേക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷനും ഞങ്ങളുടെ ആ സൗഹൃദം ഇല്ല. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും, ഞങ്ങളുടെ ആ സൗഹൃദം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ ഒരു കുറഞ്ഞ ടൈമിൽ പറ്റിയില്ലായിരുന്നെങ്കിൽ, തിരിച്ച് അതേപോലെ അത് മനസ്സിലാക്കുന്നതും ആ സമയത്തിനുള്ളിൽ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതായിരുന്നു. പക്ഷെ അത് ഏറ്റവും സ്മൂത്തായിട്ട് നടന്നത് ഞങ്ങളുടെ ആ സിങ്ക്. എനിക്ക് 2011 തൊട്ടുള്ളൊരു ബന്ധം ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് ഈസി ആയിട്ട്. ഞാൻ അന്ന് മനസ്സിൽ കോറിയിട്ടു എന്ന് പറഞ്ഞില്ലേ, അത് അങ്ങനെ ഇടുമ്പോൾ എന്താണോ എൻ്റെ ആവശ്യം, അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് നിഖിൽ ബ്രോ എൻ്റെ കൂടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഡബിൾ എഫക്റ്റിലാണ് നമ്മളിത് തീർക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിന്റെ പ്രസ് മീറ്റിൽ ജൂഡ് ആന്റണി ചേട്ടൻ പറഞ്ഞ കാര്യമുണ്ട്, ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ് കാര്യം എന്നുള്ള. കപ്പിനെ സംബന്ധിച്ച് പ്രൊമോഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും? ഞങ്ങളുടെ കുറച്ച് പിള്ളേരുണ്ട്, അതായത് സിനിമയിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആ കുട്ടികൾ ഇതിൻ്റെ ഒരു തുടക്കം മുതൽ നമ്മുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ലുക്ക് ഇറക്കുന്ന മുതലാണ് നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് തന്നെ കുറച്ച് മുന്നായിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നത്. അന്ന് മുതൽ ഈ കേരളത്തിൽ കാസർഗോഡ് ഡിസ്ട്രിക്ട് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഞങ്ങളുടെ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതായത് സിനിമ പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ, അവരിലൂടെയാണ് ഞങ്ങൾ പ്രൊമോഷൻ ചെയ്തതെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും ബാക്കി കാര്യങ്ങളും വരുമ്പോൾ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നൊക്കെ ഒരു പ്രൊമോഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്കൊന്ന് കുറച്ചുകൂടെ ഈ ഉള്ള ഏരിയകളിലൊക്കെ എന്നെ അറിയാവുന്ന ഒരു ബ്രദർ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളിലേക്ക് എത്തുകയാണ്. അത്തരത്തിലാണ് പ്രൊമോഷൻസ് നടന്നത്. പിന്നെ കോണ്ടന്റ് തന്നെയാണ് സിനിമയുടെ മുഖ്യമായിട്ടുള്ള കാര്യം. അത് ഫാമിലിയെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അവരിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാവരുടെയും ഞാൻ പറയാറുള്ള മക്കളെ, നിങ്ങൾ പോയി കണ്ടില്ലെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മേനെയും കൊണ്ട് ഈ സിനിമ കാണിക്കണം എന്നാണ് എപ്പോഴും പറയാറ്. അപ്പം ഇപ്പോഴും ഞാൻ പ്രേക്ഷകരോട് പറയണത്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈ ഓണക്കാലം ആണല്ലോ, അപ്പോൾ ഒരു സമ്മാനമായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഒരു പ്രൗഡ് തോന്നുന്ന തരത്തിലുള്ള സിനിമയാണ്. പ്രൊമോഷൻ ഇങ്ങനെയാണ് നടന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രൊമോഷൻ്റെ ഒരു രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. കാരണം മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലെ ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരെയും A to Z, അതായത് ഒരു പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ഇങ്ങേറ്റം സീനിയർ ടെക്നീഷ്യൻസിൻ്റെ വരെ മുഖം വെച്ചുകൊണ്ടുള്ളൊരു
പോസ്റ്റർ വന്നിട്ടുള്ളത് കപ്പ് സിനിമയ്ക്കാണ്. അപ്പം ആദ്യം തൊട്ടേ അത് സഞ്ജു എനിക്കൊന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും വെച്ചിട്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ എല്ലാവരുടെയും മുഖം വെച്ചുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുള്ള കപ്പിലാണ്.